വെൽക്കം ബാക്ക് ടു ARS ട്രാവലർ. അപ്പോൾ നമ്മൾ മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്തുള്ള ജംഗ്ഷൻ അവിടെ ട്രാഫിക് ബ്ലോക്കാണ്. അതായത് നമ്മൾ തൊണ്ടയാട് ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള എന്തൊരു ട്രാഫിക് ബ്ലോക്കാണെന്നൊക്കെ. സത്യത്തിൽ ഇവിടെ ഒരു ഓവർ പാസേജോ അണ്ടർ പാസേജിൻ്റെയോ വർക്ക് കഴിയാതെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് ഇത്രയും വലിയ ഹിമാലയൻ ട്രാഫിക് ബ്ലോക്ക്. 3 ട്രാക്ക് ഉണ്ടായിട്ട് 4 ട്രാക്ക് വാഹനങ്ങൾ 3 ട്രാക്കിലായിട്ട് 4 ട്രാക്ക് വാഹനങ്ങളാണുള്ളത്. പിന്നെ എല്ലാ ആളുകൾക്കും ആർക്കും വെയിറ്റ് ചെയ്യാൻ സമയമില്ല. സഹകരണ മനോഭാവം അങ്ങേയറ്റം കുറവാണ് എന്നർത്ഥം. കണ്ടോ, വണ്ടി പോകുന്നതിനിടയ്ക്ക് ഒരാൾ വണ്ടി കയറ്റുന്നതാണ്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പന്തീരങ്കാവ് ഭാഗത്തു നിന്നുള്ള നമ്മളെ ടോൾ ഗേറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. ടോൾ ഗേറ്റിൻ്റെ 3 വരിയുടെ വർക്ക് കഴിഞ്ഞു. അടുത്ത 3 വരിയുടെ വർക്ക് ആ ടോൾ ഗേറ്റിൻ്റെ ഭാഗത്ത് കഴിഞ്ഞിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ മാമ്പുഴപ്പാലത്തിൻ്റെ 3 വരിയുടെ താറയും കഴിഞ്ഞു. പഴയ മാമ്പുഴപ്പാലത്തിലൂടെയാണ് ഇപ്പോൾ തൊണ്ടയാട് രാമനാട്ടുകര ഭാഗത്തേക്ക് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത 3 വരിയുടെ കോൺക്രീറ്റിങ് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ താറിങ്ങിൻ്റെ വർക്കും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കുമാണ് നടക്കാനുള്ളത്. അപ്പോൾ ഈ ടോൾ ഗേറ്റിൻ്റെ ഭാഗത്താണ് നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക്. വൈകിട്ടായി കഴിഞ്ഞാൽ 4 മണിക്ക് ശേഷം ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഇതൊക്കെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു അപ്രോച്ച് റോഡിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള വർക്കാണ് കാര്യമായിട്ട് നടക്കാനുള്ള. റോഡ് ഈ ഭാഗങ്ങളിൽ ഡൈവേർട്ട് ചെയ്തതാണ് ഈ ബ്ലോക്കിന് പ്രധാന കാരണം. അപ്പോൾ ഇവിടെ സർവീസ് റോഡില്ല. അപ്പോൾ പല ആളുകളും ഈ ബ്ലോക്ക് കണ്ടിട്ട് നേരെ താഴെയുള്ള സർവീസ് റോഡിലോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ടോൾ ഗേറ്റൊക്കെ നല്ല കേരളത്തിൻ്റെ സംസ്കാരത്തെ, പഴയ ഒരു പൈതൃകത്തെ ഉണർത്തുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ടോൾ ഗേറ്റാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതിമനോഹരം തന്നെയാണ്. കോൺക്രീറ്റ് ആണ് ഈ ഭാഗങ്ങൾ. ടോൾ ഗേറ്റിൻ്റെ ഭാഗത്ത് കോൺക്രീറ്റ് റോഡാണ് വരുന്നത്. അപ്പോൾ അതിനിടയിൽ ഇവിടെ കണ്ടോ നിങ്ങൾ ഒരുപാട് നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾ ആ ഒരു ടോൾ ഗേറ്റിൻ്റെ ആ ഒരു ഓഫീസിൻ്റെ ഭാഗത്ത് വെറുതെ നിർത്തിയിട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ലാസ്റ്റ് ട്രാക്കിലൊക്കെ ഒരു ജസ്റ്റ് റോഡ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രാഷ് ബാരിയർ വെച്ച് ക്രോസ് ചെയ്യുമ്പോൾ ആ ക്രാഷ് ബാരിയറിൻ്റെ മുന്നിൽ ഇവിടെ കണ്ട ഒരു വാഹനം നിർത്തിയിടും. അതിൻ്റെ പിന്നിൽ അടുത്ത വാഹനം നിർത്തിയിടും. അതിൻ്റെ പിന്നിൽ വേറെ വാഹനം നിർത്തിയിടും. അങ്ങനെ ഇതിങ്ങനെ നീണ്ടിങ്ങനെ നിര പോലെയായി ട്രെയിൻ പോലെ കിടക്കുകയാണ്. ഇതൊക്കെ അങ്ങനെ നിർത്തിയിട്ട വാഹനം. അപ്പോൾ എന്നാൽ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഒരു ലൈക്കും കമൻറ്റും.